രാഘവപൂരിൽ തേജസ്വി യാദവ് ലീഡ് ചെയ്യുന്നു. മഹാഗഠബന്ധന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ്. ഈ രാഘവപൂർ മണ്ഡലത്തെക്കുറിച്ച് ഒന്ന് പറഞ്ഞു പോകാമെന്ന് തോന്നുന്നു. അത് ലാലു പ്രസാദ് യാദവ് കുടുംബത്തിന്റെ ഒരു കുടുംബ മണ്ഡലം പോലെയായിരുന്നു പല തിരഞ്ഞെടുപ്പുകളിലും ജനവിധി കുറിക്കപ്പെട്ടത്. ലാലു പ്രസാദ് അവിടെ തുടർച്ചയായി വിജയിച്ചിരുന്നു. പിന്നാലെ റാബ്രി ദേവി 2 തവണ അവിടെ നിന്ന് വിജയിക്കുന്നു. പക്ഷേ 2010 ലാലു കുടുംബത്തിന് അടിപതറേണ്ടി വന്ന മണ്ഡലമാണ്. 2010 അവിടെ പരാജയമറിഞ്ഞു റാബ്രി ദേവി. പക്ഷേ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും തേജസ്വി യാദവിനായിരുന്നു വിജയം. 2010 റാബ്രി ദേവിയെ തോപ്പിച്ച അതേ ആൾ സതീഷ് കുമാറാണ് രാഘവപൂരിൽ തേജസ്വി യാദവിനെതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി. മാത്രമല്ല കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും സതീഷ് കുമാർ തന്നെയായിരുന്നു തേജസ്വി യാദവിന് എതിരായ സ്ഥാനാർത്ഥി. ഇത് തുടർച്ചയായ 4ാം വട്ടമാണ് അദ്ദേഹം മത്സരിക്കുന്നതെന്ന് തോന്നുന്നു. അതായത് 2010 അടിപതറിപ്പോയ രാഘവപൂരിൽ ഇപ്പോഴിതാ ലാലു കുടുംബത്തിൽ നിന്ന് തേജസ്വി യാദവ് ലീഡ് ചെയ്യുന്നുവെന്ന ആദ്യ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 41-24 NDA 41, മഹാഗഠബന്ധൻ 25, മറ്റുള്ളവർ 4 എന്നുള്ളതാണ് ഇപ്പോഴത്തെ നില. 44-25 എന്നുള്ള നിലയിൽ വലിയ മുന്നേറ്റം നടത്തുന്നു ദേശീയ ജനാധിപത്യ സഖ്യം എന്നതിന്റെ ആദ്യത്തെ സൂചനകളാണ് വരുന്നത്. നമുക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നിന്നുള്ള കൗണ്ടുകളിലേക്ക് കടന്നാലേ ഇതൊരു ട്രെൻഡാണോ എന്ന് പറയാൻ കഴിയുകയുള്ളൂ. എന്തായാലും പോസ്റ്റൽ ബാലറ്റുകളിൽ നിർണായകമായ മേധാവിത്വം ദേശീയ ജനാധിപത്യ സഖ്യത്തിനാണ്, NDAക്കാണ്. NDAക്ക് അനുകൂലമായ ഫലമാണ് എല്ലാ എക്സിറ്റ് പോളുകളും പ്രവചിച്ചത്. ഇതാ ഇപ്പോൾ 47 ഉയർന്നു. 47 നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള NDA, 25 തേജസ്വിയുടെ നേതൃത്വത്തിലുള്ള മഹാഗഠബന്ധൻ, മറ്റുള്ളവർ 5. 47-26 എന്ന നിലയിലേക്ക് ടാലി മാറുകയാണ്. മഹാഗഠബന്ധനേക്കാൾ മുന്നിലാണ് ദേശീയ ജനാധിപത്യ സഖ്യം. 243 അംഗ ബീഹാർ നിയമസഭയിൽ 78 ആദ്യ ഫലസൂചനകളാണ് ഇപ്പോൾ മാതൃഭൂമി സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്നത്. 78 പോസ്റ്റൽ ബാലറ്റിലെ ഫലസൂചനകളാണ് കാണുന്നത്. ആദ്യ വാർത്തകൾ അത് NDAക്ക് അനുകൂലമാണ്. NDA ക്യാമ്പിന് ആശ്വാസവും ആവേശവും പകരുന്നതാണ്. 78 ആദ്യ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ 47 NDA ഇപ്പോൾ ലീഡ് ചെയ്യുന്നു. മഹാഗഠബന്ധൻ MGB ആ ലീഡ് ഇപ്പോൾ 26 മണ്ഡലങ്ങളിൽ മാത്രമാണ്. അത് പക്ഷേ പോസ്റ്റൽ ബാലറ്റാണ് എന്നത് വളരെ പ്രധാനമാണ്. ആദ്യത്തെ കേവലമായ സൂചനകൾ മാത്രമാണ്. 47 NDA, 26 മഹാഗഠബന്ധൻ എന്നതാണ് ആദ്യം വരുന്ന ഫലസൂചനകൾ. ഇത് ലീഡ് ഉയരുന്നു. 47 NDA മുന്നിൽ. നിതീഷ് കുമാർ നയിക്കുന്ന NDA 47 നിയമസഭാ മണ്ഡലങ്ങളിൽ 78-ൽ 47 ലീഡ് ചെയ്യുന്നു. അലിനഗറിൽ ആദ്യത്തെ ഫലസൂചന അനുസരിച്ച് മൈഥിലി ഠാക്കൂർ BJP സ്ഥാനാർത്ഥി മുൻപിലാണ്. മൈഥിലി ഠാക്കൂർ വളരെ പ്രശസ്തയായിട്ടുള്ള ഗായികയാണ്. ബീഹാറിനെ സംബന്ധിച്ച് വളരെ 25 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ആദ്യത്തെ ഫലസൂചനയിൽ മൈഥിലി ഠാക്കൂർ ലീഡ് ചെയ്യുകയാണ്. മറ്റ് പ്രമുഖ നേതാക്കളുടെ ലീഡ് നില അറിവായിട്ടില്ല. രാഘവപൂരിൽ ആദ്യത്തെ ഫലസൂചനയിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, മഹാഗഠബന്ധന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് ലീഡ് ചെയ്യുന്നു എന്ന വാർത്തയാണ് പ്രേക്ഷകരെ അറിയിക്കാനുള്ളത്. 50 കടന്നിരിക്കുന്നു ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ലീഡ്. NDA 50, MGB 27, മറ്റുള്ളവർ 3, ജനസ്വരാജ് പാർട്ടി 2 എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലീഡ് നില. 50 സീറ്റുകളിൽ NDA ലീഡ് ചെയ്യുന്നു. 27 സീറ്റുകളിൽ മഹാഗഠബന്ധൻ ലീഡ് ചെയ്യുന്നു. എന്ത് സംഭവിക്കും ബീഹാറിൽ? ഈ പോരാട്ടം തന്നെ ആയിരിക്കുമോ ബാലറ്റ് പേപ്പറിൽ നിന്നുള്ള, അതായത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നിന്നുള്ള കൗണ്ട് വരുമ്പോഴും ഉണ്ടാവുക? ആദ്യത്തെ സൂചനകൾ അനുസരിച്ച് NDA ഒരു വലിയ വിജയത്തിന് തയ്യാറെടുക്കുകയാണ്. 50 കടന്നിരിക്കുന്നു. അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിക്കൊണ്ട് നിതീഷ് കുമാർ മുന്നോട്ട്. നിതീഷ് കുമാറിന്റെ തേരോട്ടമാണോ ബീഹാറിൽ കാണാൻ പോകുന്നത്? NDA സഖ്യത്തിന്റെ തേരോട്ടമാണോ ബീഹാറിൽ എന്നതിന്റെ സൂചകമാണോ ഈ ആദ്യ 25 മിനിറ്റിൽ വരുന്ന ഫലസൂചനകൾ എന്ന കാര്യം ഇപ്പോഴും നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല എന്നത് വളരെ പ്രധാനമാണ്. അതേസമയം തന്നെ BJP ക്യാമ്പിന് വലിയ ആശ്വാസം നൽകുന്ന, NDA ക്യാമ്പിന് ആവേശം നൽകുന്ന ഫലസൂചനകളാണ്. പോസ്റ്റൽ ബാലറ്റ് എണ്ണുമ്പോൾ ആദ്യഘട്ടത്തിൽ NDAയുടെ ലീഡ് 53 ഉയരുന്നു. നിതീഷ് കുമാർ നയിക്കുന്ന NDAയുടെ ലീഡ് 53 ഉയർന്നിരിക്കുകയാണ്. ബീഹാറിൽ ഇഞ്ചോടിഞ്ച് ഫൈറ്റിന്റെ ഒരു പ്രതീതി ഉണ്ട് എങ്കിലും പോസ്റ്റൽ ബാലറ്റ് ഇപ്പോൾ എണ്ണുമ്പോൾ 243 അംഗ നിയമസഭയിൽ 88 ആദ്യ ഫലസൂചനകൾ വരുമ്പോൾ 53 ഇപ്പോൾ NDA ലീഡ് ചെയ്യുകയാണ്. ക്രമാനുഗതമായി NDAയുടെ ലീഡ് ഉയർന്നു വരുന്നു. നമ്പർ ഉയരുകയാണ്. 50 ക്രോസ് ചെയ്തിരിക്കുന്നു. 53 ഇപ്പോൾ NDA ലീഡ് ചെയ്യുകയാണ്. 30 മഹാഗഠബന്ധൻ ലീഡ് ചെയ്യുന്നുണ്ട്. തേജസ്വി യാദവ് നയിക്കുന്ന മഹാഗഠബന്ധൻ MGB 30 ലീഡ് ചെയ്യുന്നു. മറ്റുള്ളവർ 3 ജനസ്വരാജ് പാർട്ടി 2 ലീഡ് ചെയ്യുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വിവരം കൂടിയുണ്ട്. ഇത് പോസ്റ്റൽ ബാലറ്റിലെ കൗണ്ടുകളാണ് എങ്കിലും ആദ്യ കൗണ്ടുകൾ എന്ന നിലയിൽ ഒരു പക്ഷേ ഇതൊരു ട്രെൻഡിന്റെ സൂചനയാണോ എന്ന കാര്യത്തിലൊന്നും ഇപ്പോൾ നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല എങ്കിലും എന്ന നിലയിലേക്ക് ആ ലീഡ് മാറുകയാണ്. 57-30 എന്നുള്ള നിലയിലേക്ക് 57 ലീഡ് ചെയ്യുന്നു. സാമ്രാട്ട് ചൗധരി, താരാപൂരിൽ BJP നേതാവ്, ഉപമുഖ്യമന്ത്രി, BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖം സാമ്രാട്ട് ചൗധരി ലീഡ് ചെയ്യുന്നു.